ഇത് നമുക്ക് ചിക്കൻ കുറുമ ഉണ്ടാക്കുന്നതിലേക്ക് നോക്കാം. അപ്പം നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 850 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ കുറുമയിലേക്ക് ഗരം മസാല ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ട് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഒരു 12 ഏലക്കായ, 2 തക്കോലം, 14 കറിയാമ്പൂ, പിന്നെ ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ കറിയിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് പറയാം. ഈ ചിക്കൻ കുറുമയിലേക്ക് മുളകിൻ്റെ പൊടി ചേർക്കണില്ല. ചിക്കൻ കുറുമയൊക്കെ ആകുമ്പോൾ ഒരു യെല്ലോ കളറിൽ ഇരിക്കുന്നതായിരിക്കും കാണാനും ഭംഗി, കഴിക്കാനും ടേസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളകിൻ്റെ പൊടിയും പച്ചമുളകാണ് ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള ഇതേപോലത്തെ ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി വേണം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ ഇതേപോലത്തെ വലിയ ടൈപ്പ് ഒരു 8 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും സവോളയും കൂടിയിട്ട് കുറച്ച് ഓയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് മിക്സിയിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് തക്കാളിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി കുറച്ച് ചെറിയ പീസായിട്ട് ഈ തക്കാളി സെപ്പറേറ്റ് ആയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കുക. കുറുമിയാവുമ്പോൾ അതിലേക്ക് ചേർക്കുന്നത് എല്ലാവരും നല്ല പേസ്റ്റ് പോലെ ഇരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാവരും നമ്മൾ അരച്ച് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി കൂടി ചേർക്കുമ്പോഴായിരിക്കും ആ കുറുമയുടെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരാം. അല്ലെങ്കിൽ സാധാരണ നമ്മളെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. ഈ കസൂരി മേത്തി കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ കറിയുടെ ഒരു ടേസ്റ്റ് വരും. അപ്പം കസൂരി മേത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ കസൂരി മേത്തി കൂടിയും ചേർക്കണം. കസൂരി മേത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉലുവയുടെ ഇല ഉണക്കിയെടുത്തതാണ്. ഇത് കുറച്ച് ചേർക്കാം. പിന്നെ വേണ്ടത് തൈരാണ്. അതിന് വേണ്ടിയിട്ട് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്നട്ടിൻ്റെ പേസ്റ്റും വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 പിടി കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ചേർക്കുന്നത് ആ കറിയുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ആ കാഷ്നട്ടിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ വേണ്ടത് ക്രീമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രീം എടുത്തിട്ടുണ്ട്. ക്രീം അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം, ഹെവി ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കിട്ടും. ഈ ഹെവി ക്രീമും ഇതും കുറച്ച് വേണം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ ചിക്കൻ കുറുമയാക്കാന്ന്. ഈ ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗരം മസാല എല്ലാം കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുക. അത് ചൂടാക്കുമ്പോൾ ഓയിൽ ഒഴിക്കാണ്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും, 1 ടേബിൾ സ്പൂൺ കുരുമുളകും, 12 ഏലക്കായയും, 2 തക്കോലവും, 14 കറിയാമ്പൂണ് ചേർത്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മസാലയ്ക്ക് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ജീരകം ചെറുതായിട്ട് പൊട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങും. മസാല നന്നായിട്ട് ചൂടായിട്ട് കരിഞ്ഞു പോരുത്. ഇത് നമുക്ക് പതുക്കെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഗരം മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഫ്രഷായിട്ട് പൊടിച്ച് എടുക്കുമ്പോൾ ആ ഗരം മസാലയ്ക്ക് ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഗരം മസാലയ്ക്ക് ഒന്നും തീരെ സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ ഫ്രഷായിട്ട് പൊടിച്ചിട്ട് കറികളിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് തക്കാളി അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തക്കാളി കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട. കുറച്ച് ചെറിയ പീസായിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. കാഷ്നട്ട് അരച്ചെടുക്കുക. കാഷ്നട്ട് അരച്ചെടുക്കുമ്പോൾ മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. അപ്പോഴായിരിക്കും നല്ല പേസ്റ്റ് പോലെ കിട്ടുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 പിടി കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കരുത്. ഒരുപാട് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടില്ല. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. കാഷ്നട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. തക്കാളിയും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഗരം മസാലയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതും കൂടിയും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ചിക്കൻ കുറുമ ആക്കാൻ വേണ്ടിയിട്ട്. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉണ്ടാക്കുന്നത്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉണ്ടാക്കാം. വെളിച്ചെണ്ണേനേക്കാളും എപ്പോഴും നല്ലത് ഈ കുറുമയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾ ഓയിലായിരിക്കും. ഈ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കന് ഇങ്ങനെ ചിക്കൻ കുറുമയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാണ്ട് വെജിറ്റബിൾ ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഈ ചൂടായ ഓയിലിലേക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതെല്ലാം ഞാനിവിടെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. സവോളയ്ക്ക് മുരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 നുള്ള് മഞ്ഞളിൻ്റെ പൊടി ചേർക്കുക. ഈ സവോള ഇങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ഈ മഞ്ഞളിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടും. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതിനകത്ത് ഈ ഓയിൽ എടുക്കണ്ട, ഈ മുരിഞ്ഞേക്കണ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മാത്രം എടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും വഴറ്റിയെടുത്തത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറുമ ഉണ്ടാക്കാം. ഇനി കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സവോളയ്ക്കും വഴറ്റിയെടുത്ത സെയിം ഓയിലിലേക്ക് കുറച്ചും കൂടി ഓയിലൊന്ന് ഒഴിക്കാം. ഈ ചൂടായ ഓയിലിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ചേർക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർക്കാം. ചിക്കൻ ചേർക്കുമ്പോൾ ചിക്കനുള്ള ഉപ്പ് പിന്നെ ചേർക്കാം. ഇപ്പോൾ ഈ തക്കാളിയിലേക്ക് ഉപ്പ് മാത്രം കുറച്ച് ചേർത്താൽ മതി. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂടി വയ്ക്കാം. ഈ തക്കാളി പേസ്റ്റ് നന്നായിട്ടൊന്ന് വേവണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ചിക്കനും നമ്മൾ അരച്ച് വെച്ചേക്കണം ആ മസാലയുടെ പേസ്റ്റും ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ തക്കാളിയുടെ പേസ്റ്റ് ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ മസാലയുടെ പേസ്റ്റ് ചേർക്കാം. ഇനി അതും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തക്കാളി പേസ്റ്റിൻ്റെ കൂടെ ആ മസാലയുടെ പേസ്റ്റും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഇതിലേക്ക് തൈര് ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. ഗരം മസാല ഇപ്പോൾ കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടിയും ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. കുറച്ച് കസൂരി മേത്തിയും ചേർക്കാം. ഞാനിവിടെ ഇതേപോലത്തെ ഒരു പിടി കസൂരി മേത്തി ചേർത്തിട്ടുണ്ട്. അത് ചേർക്കുമ്പോൾ പതുക്കൊന്ന് പൊടിച്ചിട്ട് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഈ ചിക്കൻ വേവിക്കുക. ഈ ചിക്കൻ ഒരു 3/4 ഭാഗം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ചേർക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് ക്രീം ചേർക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവിയും ഇതേപോലെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മളെല്ലാവരും അരച്ച് ചേർത്തേക്കണേനും ഗ്രേവി ഇതേപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചേക്കണ കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർക്കാം. ഈ കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ചേർത്തിട്ടും ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. കാഷ്നട്ടിൻ്റെ പേസ്റ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ കറി പെട്ടെന്ന് തിക്കാവും. അതനുസരിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം.
ഞാൻ ഇതേപോലത്തെ ഒരു പാത്രം വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഈ കറി ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വയ്ക്കുക. ഈ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. കറിയിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കുക. കുറച്ച് ഗരം മസാലയും ചേർക്കുക. ഗരം മസാലയ്ക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കണം. ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ആദ്യം 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തി കൂടിയും ചേർക്കാം. നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് കസൂരി മേത്തിയും പിന്നെ ഗരം മസാലയും ഉപ്പൊക്കെയും ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കറി ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് ക്രീം ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ക്രീം കുറച്ച് ചേർത്താൽ മതി. ക്രീം ചേർക്കുമ്പോഴും തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. ഈ കറി തിളച്ച് കഴിക്കാൻ അത് തീ ഓഫ് ചെയ്യാം. ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് ക്രീമാണ് ചേർത്തത്. ക്രീം ചേർത്ത് കഴിഞ്ഞിട്ടും ചിക്കൻ കുറുമ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കുറുമ ഒരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. അപ്പോൾ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്മതി റൈസിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണിത്.